സുജിത് ഭക്തനെയും ടെക് ട്രാവൽ ഈറ്റ് എന്ന വ്ളോഗിംഗ് ചാനലിനെയും അറിയാത്തവരായി മലയാളികൾ കുറവാണ്. സുജിത് ഭക്തൻ ഈയിടെ ഒരു അസുഖം വന്ന് യൂറോപ്യൻ രാജ്യത്ത് ചികിത്സ തേടിയപ്പോൾ ഉണ്ടായ അനുഭവം വാസ്തവത്തിൽ നമ്മുടെ മെഡിക്കൽ സിസ്റ്റത്തെക്കുറിച്ചിട്ടുള്ള മേന്മകൾ നമ്മളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതാണ്. സുജിത് ഭക്തൻ തനിക്ക് അസുഖമായിട്ട് അടുത്തൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ, അവിടെ യൂറോപ്യൻ കൺട്രിയാണ്, അവിടെ വിദേശിയെ ചികിത്സിക്കാൻ കഴിയില്ല എന്നൊരു സ്റ്റാൻഡാണ് ആദ്യത്തെ ആശുപത്രിയിലെടുത്തത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ കുറേ ദൂരം സഞ്ചരിച്ച് മറ്റൊരു ആശുപത്രിയിൽ ചെന്നു. അപ്പോൾ ആ ആശുപത്രിയിൽ പറഞ്ഞത് ഇനി ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് 4 മണിയാകുമ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. കാഷ്വാലിറ്റിയിലും എമർജൻസി പോലും അങ്ങനെയുള്ള സൗകര്യങ്ങൾ പലയിടത്തുമില്ല. അതുപോലെ നമുക്ക് പല തരത്തിലുള്ള ടെലി കൺസൾട്ടേഷൻ കോളുകൾ പുറത്തുനിന്ന് വരാറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഭയങ്കരമായ നെഞ്ചുവേദന അല്ലെ തലവേദന, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ഒരു ലോഡിംഗ് ഡോസ് കൊടുക്കാൻ പോലും ഇങ്ങനത്തെ ഹോസ്പിറ്റൽസിൽ നമുക്ക് ഇത്രമാത്രം ടൈം ഡിലേയാണ് ഒരു മെഡിക്കൽ അറ്റൻഷൻ കിട്ടാനായിട്ട്. നമുക്ക് നമ്മുടെ ആശുപത്രിയിലൊക്കെ ഒരു കാണാൻ 5 മിനിറ്റ് താമസിച്ചെന്നാൽ ബഹളമുണ്ടാക്കുന്ന ഒരു സ്ഥിതിവിശേഷം, ഒരു തരത്തിലുള്ള ക്ഷമ കാണിക്കുകയില്ലാത്ത ഒരു സ്ഥിതി കാണിക്കാറുണ്ട്. ഈ ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ ഇത്രയേറെ ഡെവലപ്ഡ് ആണെന്ന് പറയുന്നാലും അവർ ഒരു ഡിഫെൻസീവ് പ്രാക്ടീസാണ് സ്വീകരിക്കുന്നത്. പലപ്പോഴും ആൻറ്റിബയോട്ടിക് വേണ്ടടുത്ത് അത് തുടങ്ങാതെ 3-4 ദിവസം താമസിക്കുമ്പോൾ തന്നെ അത് മൂർച്ഛിച്ച് വളരെ വല്ലാത്തൊരവസ്ഥയിൽ എത്തിയതിന് ശേഷമായിരിക്കും പലപ്പോഴും അവർ ആൻറ്റിബയോട്ടിക് കൊടുക്കാൻ തന്നെ. അതിൻ്റെ കൾച്ചർ സെൻസിറ്റിവിറ്റി റിപ്പോർട്ട് കണ്ടെത്തി. ഇപ്പോൾ ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ വന്നു, ബ്രോങ്കോസ്കോപ്പി ചെയ്ത് വാഷിങ്സ് എടുത്ത് അതിൻ്റെ കൾച്ചർ റിപ്പോർട്ട് വരണമെങ്കിൽ മിനിമം 3 ദിവസമെങ്കിലും പിടിക്കും. അതുവരെയും ആൻറ്റിബയോട്ടിക് കൊടുക്കാനായിട്ട് അവർക്ക് പേടിയാണ്. കാരണം ഈ ലീഗൽ ഇഷ്യൂസ് തന്നെ. അപ്പോൾ ഹോസ്പിറ്റലും മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനികളും ഡോക്ടേഴ്സും എല്ലാം ഇതുപോലുള്ള ഒരു മനസ്ഥിതി ആയതുകൊണ്ട്, ഇങ്ങനെ ഒരു കാര്യം അഡോപ്റ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് തന്നെ അവിടെ ചികിത്സ യഥാസമയത്ത് യഥാരീതിയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചികിത്സയെപ്പറ്റിയും നമ്മുടെ സിസ്റ്റത്തെയൊക്കെ ഒരുപാട് കുറ്റം പറയുമ്പോൾ ഇങ്ങനെയുള്ള ചില നല്ല വശങ്ങളും ഉണ്ട് എന്നുള്ളത് കാണാതെ പോകരുത്. നമുക്ക് ഇപ്പോൾ ഏത് സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെയും വേണമെങ്കിൽ നമുക്ക് 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ ഏത് ഹോസ്പിറ്റലിൽ വേണമെങ്കിലും കൺസൾട്ട് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയാണ്. ഇനി അത് പറ്റില്ല എങ്കിൽ ടെലി കൺസൾട്ടേഷൻ, ഓൺലൈൻ കൺസൾട്ടേഷൻ നമുക്ക് ഈസി ആയിട്ട് ലോകത്തിൻ്റെ ഏത് കോണിലും ഇരുന്ന് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ 21-ാം നൂറ്റാണ്ടിൽ പോലും ഇത്രയധികം സാങ്കേതികമായിട്ട് നമ്മൾ മുന്നേറിയെങ്കിൽ പോലും യൂറോപ്യൻ കൺട്രീസിലും അമേരിക്കൻ കൺട്രീസിലുമൊക്കെ നമ്മൾ ഒരു അറ്റാക്കോ അല്ലെങ്കിൽ ഒരു സ്ട്രോക്കോ ഒക്കെ വന്നാൽ തട്ടിപ്പോവുകയുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ CT സ്കാനൊക്കെ ചെയ്യാനായിട്ട് 2-3 മാസം കഴിഞ്ഞാണ് അപ്പോയിൻമെൻറ്റ്. അൾട്രാസൗണ്ട് സ്കാനും അതുപോലെ തന്നെ, ഒരു സ്പെഷ്യലിസ്റ്റ് അപ്പോയിൻമെൻറ്റും അങ്ങനെ.